നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും കാരണം ഞാൻ 5-6 എപ്പിസോഡ് ഒരുമിച്ചിടുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എനിക്ക് സുഖമില്ലേനും പിന്നെ എക്സാം ഡേയ്സ് അല്ലേ അങ്ങനത്തെ എല്ലാം ആയതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തിട്ടില്ലേനും. എന്ത് പറയാനാ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതലൊന്നും പറയാണ്ട് നമ്മൾ തുടക്കത്തിൽ കാണിച്ച ഹണ്ടേഴ്സ് ടീമിനെയാണ് കാണിക്കുന്നത്. അവർ വന്നിട്ട് പറയുന്നതാണ് ഗൈഡിനോട്, ഗൈഡ് അവിടെ വെൻഡോർ ഇല്ല, നമ്മൾ ഫുള്ള് ഇതാകെ നോക്കി, അവിടെയുള്ള മൃഗങ്ങളെല്ലാം ഭയങ്കര വയലൻ്റാണ്. ആ ഗൈഡ് ദേഷ്യം പിടിച്ചിട്ടാണെന്ന കാര്യം എന്താ ശരിക്കും പറയാന്ന്. അവിടെ വെൽഡോറേ ഇല്ല, പിന്നെ ബാക്കി മോൺസ്റ്റേഴ്സ് ഒന്നുമില്ല, ആരെയും കാണുന്നില്ല അവിടെ. മൊത്തം നമ്മൾ പിന്നെ ഗൈഡ് മാസ്റ്റർ ഇത് കേട്ടിട്ട് പറയാന്നാണ്, ഞാൻ നിങ്ങൾക്ക് 3 ദിവസം ലീവ് തരാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് വെറുതെ അതായത് ഇത് അന്വേഷിക്കാൻ വേണ്ടി പോകണമെന്ന്. അതിൻ്റെ ഒരു ഇട പോലും വിടാണ്ട് ഫുള്ള് തപ്പി നോക്കണം അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ അവരെ 3 അവസ്ഥയും വളരെ മോശമായിരുന്നു. അവരെല്ലാം വളരെ തളർന്ന് മൊത്തത്തിൽ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലായിരുന്നു. പിന്നീട് ഇവർ പുറത്തിറങ്ങിയിട്ട് ദേഷ്യം പിടിക്കുന്നതാണ്. ഈ ഗൈഡ് മാസ്റ്റർ എന്താ വിചാരിച്ചിട്ടുള്ളത്, നമ്മൾക്ക് വെറും 3 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുള്ളൂ, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പുറത്തേക്ക് പോയിട്ട് പിന്നെയും പറഞ്ഞായിരിക്കണം എന്നാ ഇവരെന്താ വിചാരിച്ചിട്ടുള്ളത്. അന്നേരമാണ് അവർക്ക് പുറകുന്നൊരു വിളി കേൾക്കുന്നത്. അവർ നോക്കിയപ്പോൾ ഒരു പുതിയ ക്യാരക്ടർ ഒരു മാസ്കെല്ലാം വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ പറയുന്നതാണ്, നിങ്ങൾ കാട്ടിലേക്കാണ് പോകുന്നത്, എന്ന് നമ്മൾ അന്യം കൂട്ടുമോ. ഇത് കേട്ട ലീഡർ പറയുന്നതാണ് വേണ്ടാന്ന്. നേരെ ഗേൾ ക്യാരക്ടർ ആയിട്ടുള്ള അവരുടെ ടീമിലുള്ള പെണ്ണ് പറയുന്നതാണ് ഇല്ല കൂട്ടാ, എന്നിട്ട് അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ്. എൻ്റെ പേരാണ് ആരിൻ, ഇവന്റെ പേരാണ് കെവിൻ, ഇവന്റെ പേരാണ് കിഡോൺ. പിന്നീട് മാസ്കുകൾ പറയുന്നതാണ് എൻ്റെ പേരാണ് ഷിസു. പിന്നീട് അവരുടെ ലീഡർ പറയുന്നതാണ് നമ്മൾ 3 ദിവസം കഴിഞ്ഞാൽ പോവും, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളപ്പുറം വരാന്ന്. പിന്നീട് റുമുറു റങ്കനെ ട്രെയിൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. റുമുറു എന്ത് ചെയ്തിട്ട് മറ്റേ മിമിക് എബിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മുടെ ടെമ്പസ്റ്റ് വൂൾഫിന്റെ രൂപത്തിലേക്ക് മാറുന്നതാണ് കാണിക്കുന്നത്. റങ്കയ്ക്ക് ബ്ലാക്ക് ലൈറ്റ്നിങ് കാണിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിന്റെ പവർ വെച്ചാൽ മുമ്പിൽ വെച്ച കല്ല് തന്നെ തകർന്നു പോയി. ഇവിടെ പറഞ്ഞാൽ ഞാൻ ഇത് അടുത്താ പഠിച്ച ഈ സിക്കില്ലെന്ന്. എന്നിട്ട് ഇവരെ 2 പേരെ മേലെയാണ് കാണിക്കുന്നത്, വില്ലേജിന്റെ മുകളിൽ നിന്ന് നോക്കുന്നതാണ്. എനിക്ക് പറയുന്നതാണ് കൈസൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, കൈസൻ എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ പണിയെല്ലാം ഓരോ പണി എടുക്കേണ്ടതെന്ന്. പിന്നെ കൈസന്റെ അനിയനാണ് കാണിക്കുന്നത്, എങ്ങനെയാണ് ആർമർ ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതാണ്. എല്ലാ ഗോബ്ലിൻസും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്ന വേറെ ബ്രദറിനെയാണ്, അയാളും ഇതേപോലെ തന്നെ സ്വർണവും ഡയമണ്ടും കൊണ്ടെല്ലാം എന്തെല്ലാം ആക്കാന്ന് പെൺഗോബ്ലിൻസിനെ പഠിപ്പിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ഇവരെ ഈ വില്ലേജ് വളരെ വലുതാകുന്നുണ്ട് മെല്ലന. റിമുറു തിരിച്ച് വില്ലേജിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന വളരെയധികം ഗോബ്ലിൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ റീവുഡ് പറയുന്നതാണ് ഇവരെല്ലാം അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വന്നയാ, ഇവിടെ വലിയൊരു മോൺസ്റ്റർ ഉണ്ട് എല്ലാവരും സംരക്ഷിക്കുന്നതെന്ന് അറിഞ്ഞിട്ടെന്ന്. ഇത് കേട്ട റിമുറു എന്ന് ഗ്രേറ്റ് സേജിനോട് ചോദിക്കുന്നത് ഇവരെ എത്ര പേരുണ്ടാവുന്നു. അപ്പോൾ ഗ്രേറ്റ് സേജ് പറയുന്ന 500 പേരുണ്ടാവുന്നു. ഇത് കേട്ടപ്പം തന്നെ റിമുറുവിൻ്റെ അവസ്ഥ മോശമായി. റിമുറു പിന്നെ അവർക്ക് എല്ലാവർക്കും പേരെല്ലാം കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവർക്കെല്ലാം പേര് കൊടുത്ത് പിന്നെയും ഡീപ്പ് സ്ലീപ്പ് 3 ദിവസത്തേക്ക് കിടന്ന്. നമ്മുടെ ഗോപ്ത ബാക്കി ഗോബ്ലിൻസിന് ഒരു സ്കില്ല് കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ ഗോപ്തന്റെ ശരീരത്തിൽ നിന്ന് ഷാഡോ ആയിട്ട് വൂൾഫ് എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോപ്തയെ സ്കില്ല് പഠിച്ചതെന്ന് വെച്ചാൽ ജയിലിൽ പെട്ട് കിടന്നപ്പോൾ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്ത് മനസ്സിൽ ഭയങ്കരമായിട്ട് കഠിനമായി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വൂൾഫ് വന്ന് പിന്നെ ആ വൂൾഫ് കയറിയിട്ട് നമ്മുടെ വില്ലേജിലേക്ക് എത്തുകയാണ് ചെയ്തത്. അടുത്ത സീനിൽ കാണിക്കുന്നത് റീഗുഡിനാണ്. റീഗുഡ് ഓടി വരുന്നതാണ്. റീഗുഡ് ഇപ്പോൾ ഒരു ഗോബ്ലിൻ കിങ് ആണ്. ആദ്യം ഗോബ്ലിൻ ലോഡേനു ഇവോൾവ് ആയിട്ട്. ഇവൻ ഇങ്ങനെ ഇവോൾവ് ആയതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തുള്ള സിറ്റിയിലുള്ളവരെല്ലാം വന്നില്ലേ, അവരെല്ലാം ഇവൻ്റെ അണ്ടറിലായപ്പോൾ ഇവൻ അങ്ങ് ഇവോൾവ് ആയി. നമ്മുടെ റീഗുഡ് പറയുന്നതാണ് പിന്നെ നമുക്കിവിടെ ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒരു സംഭവം കാണാൻ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ റിമുറു ചോദിക്കുന്നതാണ് എന്ത് സംഭവം എന്ന്. അപ്പോൾ റീഗുഡ് പറയുന്നതാണ് ഹ്യൂമൻസ്. നമ്മൾ ആദ്യം കണ്ട ആ 4 പേരാണ് കാണിക്കുന്നത്. അവർ ഓട്ടി വരുന്നുണ്ട്, അവരെ പുറകെ എന്തോ ഒരു ജൈൻ്റ് ആൻഡ് ഉള്ള പോലെ. അതുപോലെ ശരിയാണ്, ജൈൻ്റ് ആൻഡ് ഉണ്ട്. അപ്പോൾ മറ്റേ ലീഡറിനോട് പറയുന്നതാണ് ആ പെണ്ണ്, നീ എന്ത് പണി കാണിച്ചത്, നീ ആ ആൻറ്റിനെ തോണ്ടി ഇതാക്കേണ്ട കാര്യം ഉണ്ടേനോ. അപ്പോൾ അവള് പറയുന്ന ഞാൻ ഭൂതായിട്ട് വേണ്ടിയിട്ടാണെങ്കിൽ നിന്നെ കൊല്ലുന്നു. ലീഡർ പറയുന്നതാണ് നീ വിചാരിക്കുന്നത് നടക്കൂല, ഞാനും ഇപ്പം ചാവുന്നു. ഷിസു എന്ത് ചെയ്ത് അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ആ ആൻസിനെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ്. അവിടെ വാളിന് തീ പിടിച്ച് എന്നിട്ട് അവളെല്ലാ ആൻസിനും ഇങ്ങനെ ഫയറിൽ കത്തിച്ചിട്ടും പിന്നെ വാളും കൊണ്ട് വെട്ടിയിട്ടെല്ലാം കൊല്ലാൻ നോക്കുന്നതാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ വായി തുറന്നെടുക്കെ തന്നെ നിൽക്കുന്നത്. അതിൽ ഒരു ആൻറ്റി മാത്രം ജീവനോടെ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ ആൻസിനെ കൊന്നതിന്. പെട്ടെന്ന് പക്ഷെ ആ ആൻറ്റിന്റെ മേലെ ഒരു ലൈറ്റ്നിങ് വീണ് അത് അവിടെ ഭസ്മമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റിംറൂവിന്റെ എൻട്രി അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ റിംറൂവിന്റെ തലയിൽ ഷിസോന്റെ മാസ്ക് വീണേനു. അപ്പം ബാക്കിയെല്ലാവരും പറയുന്നതാണ് ഒരു സ്ലൈം സംസാരിക്കുമെന്ന്. അപ്പം റിംറൂ ചോദിക്കുന്നതാണ് എന്താ സ്ലൈമിന് സംസാരിച്ചുകൂടെയെന്ന്. എനിക്ക് ഷിസോനോട് പറയുന്നതാണ് എൻ്റെ മാസ്ക് ഇന്നാണ്.
അന്നേരമാണ് നമുക്ക് ഷിസോന്റെ മുഖം കാണിച്ചു തരുന്നത്. ഈ പെണ്ണ് അതേ പെണ്ണാണ് ആ സ്ലൈമിന്റെ ഡെസ്റ്റിനിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സ്ലൈം ആൻസർ ചോദിക്കുന്നതാണ്, ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവളെ കണ്ടുമുട്ടുമെന്ന് കരുതിയില്ല എന്ന്. എന്നിട്ട് അവർ പിന്നെ തിരിച്ച് ആ 4 പേരെയും ഗോബ്ലിൻസിന്റെ വില്ലേജിലേക്ക് കൊണ്ടുവന്നതാണ്. എനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്ഥലത്തേക്ക് കയറ്റുന്നതാണ്. എന്നിട്ട് അവർ വേണമെങ്കിൽ ഭക്ഷണം ഇതുവരെ കാണാത്ത രീതിയിലാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിംബ്രു മനസ്സിലാക്കുന്ന ഇവരെ 3 പേര് എവിടെയോ കണ്ടിയല്ലോ എന്ന്. അപ്പം ഗ്രേറ്റ് സേജ് പറയുന്നതാണ്, ഇത് അന്ന് കണ്ട് അതേ പിള്ളേർ ആ ഗുഹയിൽ കണ്ടെന്ന്. പിന്നെ നമ്മളെ പെണ്ണ് മാത്രം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ജാപ്പനീസ് ലോകം എങ്ങനെയാണോ കഴിക്കുന്ന ഭക്ഷണമല്ലോ അങ്ങനത്തെ രീതിയിലാണ് കഴിക്കുന്നത്. നമ്മുടെ റീഗുഡ് പറയുന്നതാണ്, ഇതാണ് നമ്മുടെ മാസ്റ്റർ എന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവരെല്ലാം അന്തം വിട്ട് നോക്കുന്നതാണ്. എനിക്ക് ഇവർ പറയുന്നതാണ്, ഒരു സ്ലൈം ഈ ഗോബ്ലിൻ വില്ലേജിന്റെ മാസ്റ്റർ ആവുമെന്ന്. അപ്പോൾ സ്ലൈം പറയുന്നതാണ്, നിങ്ങൾക്കാർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അപ്പോൾ അവർ പറയുന്നതാണ്, ഇല്ല, പെട്ടെന്നൊരു ഷോക്ക് പോലെ ഇപ്പം ഇത് കേട്ടപ്പോൾ ഒന്ന്. എന്നിട്ട് സ്ലൈം ജോക്ക് പറയുന്നതാണ്, ഞാനൊരു സാധാ സ്ലൈമാന്ന്. നേരെ ഷിസു ചിരിക്കുന്നതാണ്. ടീം ലീഡർ പറയുന്നതാണ്, ഞാൻ നമ്മുടെ ഗൈഡ് മാസ്റ്ററിന്റെ ആജ്ഞപ്രകാരം ഈ ഫോറസ്റ്റ് ഒന്ന് തപ്പാൻ വേണ്ടിയിട്ട് വന്ന വേറൊരു കാര്യത്തിനല്ലാന്ന്. അപ്പോൾ സ്ലൈമർ എന്നാണ്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോ, ഞാൻ നമ്മളെ പണിയെടുത്തോളൂ, നമ്മളെ ശല്യപ്പെടുത്താൻ വരില്ല എന്ന്. അന്നേരം അവരെല്ലാം പറയുന്നതാണ് ഓക്കെ. എന്നേരാണ് നമ്മുടെ സ്ലൈം ശ്രദ്ധിക്കുന്നത്, ഇവള് ശരിക്കും ഒരു ജാപ്പനീസ് പെണ്ണിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവളുടെ ഇരിക്കുന്ന സ്റ്റൈലും മൊത്തമായിട്ട് ഒരു ജാപ്പനീസ് ഗേളിന്റെ ഒരു സ്റ്റൈലിലാണ് ഇവള്. സ്ലൈമിന് ഉറപ്പായി ഓള് ജാപ്പനീസ് ഗേളാണ്. പിന്നീട് അവർ പറയുന്നതാണ്, വെൻഡോറ ഡ്രാഗൺ കാണാണ്ടായും തൊട്ടിട്ട് ഇവിടെയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര വയലന്റാ. എന്നേ സ്ലൈം പറയുന്നതാണ്, ശരിയാണ്, ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചറാണ്. ഇറ്റ് പറയുന്നത്, നിങ്ങളിവിടെ ഒരു 1-2 ദിവസം നിന്നോ, എന്നിട്ട് എൻജോയ് ചെയ്തോന്ന്. പിന്നീട് റിംറുവും ഷിസു ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ്. എനിക്ക് ഷിസുവിനോട് റിംറു ചോദിക്കാൻ വരുന്ന നീ ജാപ്പനീസ് ആണോ എന്ന്. എന്നേരാണ് നമ്മുടെ റിംറുവിനോട് ഷിസു ചോദിക്കുന്നതാണ്, നീ ജാപ്പനീസ് ആണോ എന്ന്. എന്നേരം റിംറു പറയുന്നതാണ്, അതെ, ഞാൻ ജാപ്പനീസാ. നേരെ റിംറുവിനോട് ചോദിക്കുന്നതാണ്, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. നീയും ജപ്പാൻ എന്നല്ല എനിക്കറിയാന്ന്. പിന്നീട് നൈസ് മീറ്റ് പറയുന്നതാണ്. എന്നിട്ട് റിംറു പറയുന്നതാണ്, എനിക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കഥയെല്ലാം മൊത്തം പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ഷിസുവിന്. അപ്പോൾ ഷിസു ഇതെല്ലാം കേട്ടിട്ട് പറയുന്നതാണ്, വളരെ സങ്കടമുണ്ട് ഇങ്ങനെ നടന്നതിൽ. അപ്പോൾ റിംറു ചോദിക്കുന്നതാണ്, നീ ഇങ്ങനെ എത്തിയെന്ന്. അപ്പോൾ ഷിസു പറയുന്നതാണ്, ഞാനൊരു സമനാണ്. അപ്പോൾ റിംറുവിന് മനസ്സിലായി വെൻഡോറ പറഞ്ഞതിന് സമൻസ് എല്ലാം വരുന്നു. ഷിസു പറയുന്നതാണ്, എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ ബോംബ് മൊത്തം വീണ് മൊത്തം തീയെല്ലാം പിടിച്ച അവസ്ഥയിൽ പെട്ടെന്ന് ഞാനിവിടെ സമനാവുക ചെയ്തതെന്ന്. അപ്പോൾ സ്ലൈം പറയുന്നതാണ്, നീ ഒരു ഓൾഡ് ജപ്പാനോ അതോ കാലഘട്ടം മുമ്പേ ആണെന്ന്. അപ്പോൾ നമ്മുടെ സ്ലൈം എന്ത് ചെയ്ത് ഈ ഗ്രേറ്റ് സേജ് ഉപയോഗിച്ചിട്ട് അവൾക്ക് പുതിയ നമ്മുടെ ജപ്പാനെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. അന്ന് ഓളെ കണ്ണിൽ ആ തിളക്കം കാണാം, ഒരു മാജിക്കൽ തിങ്സ്. എൻ്റെ ഫസ്റ്റിന് കാണുന്ന ഓൻ്റെ കമ്പ്യൂട്ടറാണ്, മറ്റേ വെള്ളത്തിൽ കളഞ്ഞ സംഭവം അതാണ്. അപ്പോൾ നമ്മുടെ സ്ലൈം നാണിച്ചിട്ട് പറയുന്നതാണ്, ഈ കമ്പ്യൂട്ടർ മാത്രം നോക്കല്ലേന്ന്. പിന്നീട് ഈഫിൽ ടവർ കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ബുള്ളറ്റ് ട്രെയിൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ട് ഷിസുന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നെ ഒരു സിറ്റി തന്നെ, മൊത്തം ഒരു സിറ്റി തന്നെ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഷിസു ഭയങ്കര എക്സൈറ്റഡ് എന്നിട്ട് പെട്ടെന്ന് അവൾക്ക് നെഞ്ചിലൊരു വേദന വാങ്ങിയിട്ട് ഓള് ഇരിക്കുന്നതാണ്. ചോദിക്കുന്നതാണ്, ഏയ് നിനക്കെന്നാ കുഴപ്പമുണ്ടോന്ന്. അപ്പോൾ നമ്മുടെ ഷിസു പറയുന്നതാണ്, ഇല്ല എനിക്കൊരു കുഴപ്പമില്ലാന്ന്. എന്നാൽ നമ്മുടെ കൈസം വന്നിട്ട് അവിടെ റിംറുവിനെ കൂട്ടാൻ വരുന്നതാണ്. ഷിസുവിൻ്റെ പാസ്റ്റിലേക്കാണ് പിന്നെയും കൊണ്ടുവന്നത്. അപ്പോൾ ഷിസു ഇങ്ങനെ സമനായിട്ട് നിൽക്കുമ്പോൾ ആരാണ് സമൻ ചെയ്തതെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. സമൻ ചെയ്ത ആളെ മുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നതാണ്, ഇതും ഒരു ഫെയിലിയർ ആണല്ലോ എന്ന്. എന്നിട്ട് അവനൊരു ഫയർ എടുത്തിട്ട് പറയുന്നതാണ്, ഇത് നിന്റെ ഭക്ഷണം, നീ പോയി കഴിച്ചോന്ന്. എൻ്റെ അപ്പോൾ എന്ത് ചെയ്ത് ഫയർ പോയിട്ട് ഓളെ കൺട്രോളിൽ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഷിസു ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു തൂവൽ വന്ന് വീണിട്ട് അവിടുന്ന് ഡീമൺ ലോഡ് വരുന്ന. എന്നിട്ട് ഡീമൺ പറയുന്നതാണ്, നീ ഒരു ഡീമൺ ലോഡായിട്ട് കുറേ കാലമായി നിൽക്കുന്നത്, ഇനി ഞാൻ നിന്നെ കൊന്ന് ഡീമൺ ലോഡാവും പുതിയെന്ന്. നമ്മുടെ അയാൾ ഡീമൺ ലോഡ് പറയുന്നതാണ്, നീ പോയി അവനെ അങ്ങ് തീർത്തേക്കുന്നു. ഷിസു ആണെങ്കിൽ ഹിറ്റ്മോട്ടൈസ് ആയ പോലെ തന്നെ ഇങ്ങനെ മുമ്പോട്ടേക്ക് നടക്കുന്നതാണ്. അന്നേരം ഓളെ ബാക്കിൽ ഒരു റെഡിഷ് ഓറയുണ്ട്, ഇങ്ങനെ ഫുള്ള് ഫയറിൽ പിടിച്ച പോലെ തന്നെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ആ അറ്റാക്ക് ആ ഡീമനെ കൊണ്ടപ്പോൾ തന്നെ ആ ഡീമൺ മിനിറ്റ് കൊണ്ട് ചാരമായി പോയി. ഡീമണിലോട് പറയുന്നതാണ്, എൻ്റെ പേരെന്താന്ന്. അപ്പോൾ ഷിസു പറയുന്നതാണ്, ഷിസുക്കി. നേരെ പറയുന്നതാണ് ഡീമണിലോട്, ഇനി മുതൽ നിന്റെ പേര് ഷിസു മാത്രം. പിന്നീട് ഒരു പെൺകുട്ടീനെ കാണിക്കുന്നത്, അഥവാ ഒരു ഡീമണുമായിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ്, ഡീമൺ കുട്ടിയായിട്ട്. നേരെ ആ ഷിസു അങ്ങോട്ടേക്ക് എന്നിട്ട് നോക്കുന്നതാണ്. ആ പെൺകുട്ടി പറയുന്നതാണ്, ആരോടും പറയാറ് ഈ ഡീമൺ കുട്ടീൻ്റെ അമ്മേനെ അച്ഛനൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ വളർത്തുന്നതാണ്. അപ്പോൾ ഷിസു പറയുന്നതാണ്, സാരമില്ല, ഞാൻ ആരോടും പറയൊന്നുമില്ല എന്ന്. ഷിസു പറയുന്നത്, ഞാനും കളിക്കട്ടെ. എന്നിട്ട് അവർ രണ്ടാളും ഒരു ക്യൂട്ട് മൊമെൻറ്റ്, അവർ തമ്മിലുള്ള മൃഗവും തമ്മിലുള്ള ഒരു ക്യൂട്ട് മൊമെൻറ്റിന് ശേഷം ഷിസു ചോദിക്കുന്നതാണ്, ഇതിൻ്റെ പേരെന്താന്ന്.
അപ്പോൾ ആ പെണ്ണ് പറയുന്നതാണ് ഇതിന് പേരില്ലാന്ന്. ഷിസു പറയുന്നത് നമുക്കിതിന് പേരിടാന്ന്. പിന്നീട് പേര് കൊടുത്തതിന് ശേഷം അത് പെട്ടെന്ന് ഇങ്ങനെ തിളങ്ങുന്നതാണ് കാണിക്കുന്നത്. ഈ ലോകത്ത് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇവോൾവ് ആകും. അങ്ങനെ പിന്നെ ഇവോൾവ് ആയി. അങ്ങനെ ഇവോൾവ് ആയതിനു ശേഷം അവർ ഇതിനെ കൊണ്ട് നടക്കുന്നതാണ് കാണിക്കുന്നത്. ഷിസു അവർ രണ്ടുപേരും കൂടി ഡീമൺ ലോഡിന്റെ കാസിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഡീമൺ ഭയങ്കരമായിട്ട് വയലന്റ് ആകുന്നതാണ്. ഇത് കേട്ട് ഡീമൺ ലോഡിന് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് പറയുന്നതാണ്, ഷിസുവിനെ ഹിപ്നോട്ടൈസ് ആയിട്ട് പറയുന്നതാണ് അതിനങ്ങ് തീർത്തേക്കാന്ന്. ഷിസു പിന്നെയും അതേപോലെ ഹിപ്നോട്ടൈസ് ആയിട്ട് ഫയർ പവർ ഉപയോഗിച്ച് അവർ രണ്ടുപേരും ഒന്ന് ഇല്ലാണ്ടാക്കി കളഞ്ഞ്. ഭയങ്കര പവർഫുൾ ഫയർ ആയതുകൊണ്ട് തന്നെ അവരെ ചാരം പോലും ബാക്കിയില്ല. അപ്പോൾ ഇതിനെ ഹിപ്നോട്ടൈസിന് ശേഷം ഷിസു എന്ത് ചെയ്ത് ഭയങ്കരമായി കരയുന്നതാണ്. ഇത് ഓർത്തിട്ട് ഷിസു പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീക്കുന്നതാണ് കാണിക്കുന്നത്. ഷിസു മനസ്സിൽ വിചാരിക്കുന്നതാണ് ഇത് സ്വപ്നമാണ്. പിന്നെ ഷിസുവിനെ ആരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. ഷിസു പിന്നെ പെട്ടെന്ന് എങ്ങനെയോ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വില്ലേജ് നോക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം തന്നെ അവിടത്തേക്ക് നമ്മുടെ സ്ലൈമും വരുന്നുണ്ട്. എനിക്ക് ഈ വില്ലേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മുടെ റിമൂവ് പറയുന്നതാണ്. അന്നേരം നമ്മുടെ ഷിസു പറയുന്നതാണ് അതെ എനിക്ക് വില്ലേജ് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന്. അന്നേരം നമ്മുടെ റിമൂവ് പറയുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണമെന്ന്. ഷിസു പറയുന്നതാണ് തീർച്ചയായും. റിമൂവിന് റിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടിട്ട് റിമൂവ് പറയുന്നതാണ് നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാന്ന്. അപ്പോൾ നമ്മുടെ ഷിസു പറയുന്നതാണ് വേണ്ട എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷനാണ്. എന്തും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഷിസുവിനോട്. ഷിസു ആണെങ്കിൽ ഒരു മുഖം കാണിക്കുന്നതാണ്, പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. പിന്നീട് അടുത്ത സീനിലാണ് കാണിക്കുന്നത് അഡ്വഞ്ചർ ടീമിൽ ആ പെണ്ണിനായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ പെണ്ണ് പറയുന്നതാണ് നിങ്ങൾക്ക് നമ്മളൊപ്പം വന്നുകൊണ്ട് നിങ്ങൾ ഭയങ്കര പവർഫുള്ളാണ് ഷിസുവിനോട്. അപ്പോൾ ഷിസു പറയുന്നതാണ് എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതെൻ്റെ ലാസ്റ്റ് അഡ്വഞ്ചറാണ്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നതാണ് അതെന്താണ്. അന്നേരമാണ് നമ്മുടെ ഷിസു റിവീൽ ചെയ്യുന്നത് ഞാൻ 100 yearsനെക്കാട്ട് ഓൾഡ് ജീവിച്ചിരിക്കുന്നു, ജീവിച്ചു കഴിഞ്ഞു എന്ന്. ഇനി എനിക്ക് കൂടുതൽ ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാന്ന്. അപ്പൊ ആ പെണ്ണ് പറയുന്നതാണ് അങ്ങനെയൊന്നും പറയാനില്ലെന്ന്. പെണ്ണിനെയും ഷിസുവിനെയും കാത്തിക്കുന്നതാണ്. അന്നേരമാണ് ഷിസു ഒരു നമ്മുടെ ബോധം കിഴുന്ന രീതിയിൽ നടന്നു വരുന്നത് ആടിയാടിയിട്ട്. പെട്ടെന്ന് ഷിസുവിന്റെ മാസ്കിൽ ഒരു ക്രാക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ക്രാക്ക് വലുതായിട്ട് ഒരു ഗോൾഡൻ ലൈറ്റ് മേലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഗോബ്ലിൻ കിങ്ങും നമ്മുടെ റിമറും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ വന്നു നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് ഷിസു പറക്കുന്നതാണ് കാണിക്കുന്നത്. ഷിസു മൊത്തം ഡേഞ്ചറായിട്ട് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നതാണ്. പകുതി സ്ഥലം ഇല്ലാണ്ടാകുന്നതാണ്. ഷിസു പിന്നെ ആ ഡീമന്റെ കൺട്രോളിലേക്ക് വരുന്നതാണ്. മൊത്തം റെഡിഷ് ആയിട്ട് ഹെയർ എല്ലാം മാറിയിട്ട് ഒരു ഫുൾ ഡീമൺ കൺട്രോൾ എടുത്തിട്ട് ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി പേടിച്ച് പറിച്ചിട്ടാണുള്ളത്. നമ്മുടെ സ്ലൈമിനാണ് ഒന്നും തിരിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എന്താ നടക്കുന്നതെന്ന് തിരിയാണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരു തീയിൻ്റെ ഒരു ചുഴലിക്കാറ്റ് പോലെ തന്നെ ആകുന്നതാണ്. അപ്പോൾ സ്ലൈമ് റീഗുഡിനോട് പറയുന്നതാണ് എല്ലാ ഗോബ്ലിൻസിനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് വേഗം ഓടിപ്പോയിക്കോന്ന്. അപ്പോൾ അവർ റീഗുഡെല്ലാം പറയുന്നതാണ് നിങ്ങളെ ശ്രദ്ധിക്കണം സ്ലൈം സാർന്ന്. നമ്മുടെ റങ്കി ആണെങ്കിൽ റിംബ്രുവിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഷാഡോയില് ഒളിച്ചിട്ടുണ്ടെങ്കിൽ റിംബ്രു റങ്കിനോട് പറയുന്നത് ഞാൻ വിളിക്കും തന്നെ വരണമെന്ന്. റങ്കിയമ്മ നോക്കിയെന്ന്. ഷിസു ആണെങ്കിൽ വയലന്റ് മൂഡിൽ നിൽക്കുമ്പോൾ തന്നെ കരയുന്നതാണ്. കാരണം വെച്ചാൽ അവളെ സോളിന് ഇത് ആഗ്രഹമില്ല, പക്ഷെ അവളെ ബോഡിയാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഡീമണിയാണ് കാണിക്കുന്നത്, ആ ഫയർ ഡീമൺ. അപ്പോൾ ഇത് കണ്ടിട്ട് അഡ്വഞ്ചേഴ്സ് എല്ലാം വിചാരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിയാണോ, ഇത് അതേ ഡീമൺ തന്നെയാണോ ഷിസുയി എന്ന് പറഞ്ഞ ഓൺഗ്രോ ഫ്ലെയിംസ്. എൻ്റെ മോനെ അവരെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് നമ്മളെങ്ങനെ ഇതിനെ തടയും എന്നെല്ലാം പേടിച്ചിരിക്കുന്നതാണ്. ഡീമൺ അറ്റാക്ക് ചെയ്തപ്പോൾ പെണ്ണ് മാജിക്കൽ ഇത് വെച്ചിട്ട് ഷീൽഡ് വെച്ച് രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ആ ഡീമൺ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. പിന്നീട് ആ ഫയർ ഡീമൺ 3 ഡ്രാഗനെ സമൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയതാണ്. ചുറ്റും തീ മാത്രം, വേറെ ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം കരിഞ്ഞില്ലാണ്ടാകുന്നതാണ്. നമ്മുടെ സ്ലൈമാണ് കാണിക്കുന്നത്. പിന്നെ ദേഷ്യം പിടിച്ചിട്ട് സ്ലൈം പറയുന്നതാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ എന്തൊരു കഷ്ടപ്പാട് അറിയോ. എൻ്റെ അപ്പം നമ്മുടെ ലീഡറാണ് കാണിക്കുന്നത്. ലീഡറാണെങ്കിൽ വാളെടുത്തിട്ട് പറയുന്നതാണ് നമ്മൾ അഡ്വഞ്ചേഴ്സാണ്, നമുക്ക് എന്തായാലും ഇതിനെ തടയാൻ പറ്റിയില്ല എങ്കിലും നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പൊ സ്ലൈമിനാണ് കാണിക്കുന്നത്. പറയുന്നതാണ് ഇവരെ നല്ലവർ തന്നെയാണ്. പിന്നെ റിമറു ആ ഡീമണോട് ചോദിക്കുന്ന നിനക്ക് എന്താണ് ഈ വില്ലേജിൽ നമ്മുടെ അടുക്കുന്ന വേണ്ടതെന്ന്. ഡീമൺ പക്ഷെ റിമറുവിനെ താത്തി കണ്ടി ഫയർ ബോൾ എടുത്ത് എറിയുന്നതാണ് കാണിക്കുന്നത്. ഒരു വാട്ടർ ബ്ലേഡ് അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ആ ഡീമന്റെ അടുത്തേക്ക് എന്താ വന്നെ അതില്ലാണ്ടായി, കാരണം ഫയർ അല്ലേ. പിന്നീട് ആറിനെയാണ് കാണിക്കുന്നത്, ഐസ് സ്കില്ല് അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ റിംബ്രോ പറയുന്നതാണ് നിന്റെ ഉള്ളിലുള്ള മാന മൊത്തം തീർന്നു പോകും, നീ ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ
എന്നേരം നിനക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റൂല എന്ന്. പിന്നീട് ബാക്കിയുള്ള ഡ്രാഗൺസിനാണ് കാണിക്കുന്നത്. ആ ഡ്രാഗൺസ് എല്ലാം റിമ്രുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നതാണ്. റിമ്രു ആണെങ്കിൽ അത് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ റങ്കേനെ വിളിച്ച് എങ്ങനെയോ ആടുന്ന് ഓടുന്നതാണ് കാണിക്കുന്നത്. പറയുന്നതാണ് നീ ഡോജ് മാത്രം ചെയ്താൽ മതി റങ്ക, അറ്റാക്ക് എല്ലാം ഞാൻ ചെയ്തോളുന്നു. റിമ്രുവും റങ്കയും ആ ഡീമണിന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ഓടിച്ചെല്ലാൻ നോക്കുന്നതാണ്. അപ്പം റിമ്രു പറയുന്നതാണ് ഗ്രേറ്റ് സേജിനോട്, ഞാൻ ഈ വെള്ളം എൻ്റെ ശരീരത്തിലെ വെള്ളം മൊത്തം എടുത്തിട്ട് ഈ ഡീമൺ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നശിക്കുമെന്ന്. അപ്പോൾ ഗ്രേറ്റ് സേജ് പറയുന്നത് തീർച്ചയായും നശിക്കും, പക്ഷേ അതിനൊപ്പം തന്നെ കുറേ സ്ഥലങ്ങളും നശിച്ചില്ലാണ്ടാവുന്നു. അപ്പോൾ റിമ്രു പറയുന്നത് വേണ്ട 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 എന്നാൽ ഞാൻ ചെയ്യുന്നില്ല എന്ന്. വിചാരിക്കുന്നതാണ് ഡീമണിൽ ഐസ് അറ്റാക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആകുന്നുണ്ട്, ഐസ് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ഞാനും ഐസ് അറ്റാക്ക് ചെയ്താലോ എന്ന്. ഒരു പെണ്ണിനോട് പറയുന്നതാണ് എൻ്റെ നേർക്ക് ഐസ് അറ്റാക്ക് ചെയ്യുന്നത്. ആ പെണ്ണ് പറയുന്നതാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഐസ് അറ്റാക്ക് നേരിട്ട് റിമ്രുവിൻ്റെ നേർക്ക് ചെയ്യുന്നതാണ്. റിമ്രു ഐസ് അറ്റാക്ക് ഏറ്റെടുത്തിട്ട് അഥവാ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് ഗ്രേറ്റ് സേജിനോട് നോക്കാൻ പറഞ്ഞാൽ ഗ്രേറ്റ് സേജ് നോക്കിയിട്ട് പറയുന്നത് ഈ നിനക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നീട് റിമ്രു അറിയാലോ ഫുൾ ഐസിൻ്റെ ഒരു മഴ തന്നെ അവിടെ നടത്തുന്നതാണ്. ഡ്രാഗൺസിന് വലിയ തരത്തിൽ തന്നെ ഡാമേജ് പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ഡ്രാഗനെയാണ് കാണിക്കുന്നത്. അവർ ആ ഹണ്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് സൂയിസൈഡ് ബ്ലാസ്റ്റ് ചെയ്യുന്ന അഥവാ സ്വന്തം ബ്ലാസ്റ്റ് ചെയ്തിട്ട് നശിക്കുന്നതാണ്. അപ്പോൾ റിമ്രു ആ ബ്ലാസ്റ്റിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇത് പറ്റിയ ശരീരത്തിലെല്ലാം മുറിവ്. അപ്പം റിമ്രു നമ്മുടെ റങ്കേനോട് പറയുന്നതാണ് ഇവരെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയിക്കോന്ന്. അപ്പോൾ റങ്കക്ക് ഇത് പോകണമെന്ന് ആഗ്രഹമില്ലേനും പക്ഷെ റങ്ക ഓടി രക്ഷപ്പെടുന്നതാണ്. പിന്നീട് ആ ഡീമനെയാണ് കാണിക്കുന്നത്. റിമ്രു ഡീമനോട് പറയുന്നതാണ് ഇനി നമുക്ക് നേരിട്ട് 1v1 ഫൈറ്റ് നടത്താമെന്ന്. എന്നിട്ട് ആ ഡീമനാണ് കാണിക്കുന്നത്. കുറേ ക്ലോൺസ് ഉണ്ടാക്കുന്നതാണ് ആ ഡീമൻ്റെ തന്നെ. ഇത്രയും ഡീമൺസിൻ്റെ ഫയർ വന്നതുകൊണ്ട് തന്നെ ആ മണ്ണ് പോലും ഉരുകിപ്പോന്നാണ്. നമ്മുടെ റിമ്രു കറങ്ങിയിട്ട് ഫുള്ള് ക്രിസ്റ്റൽസിൻ്റെ എല്ലാ ക്ലോൺസിൻ്റെ നേർക്ക് ക്രിസ്റ്റൽ വിടുന്നതാണ്. അപ്പോൾ ആ ഡീമൺ ഒരു മാജിക് ചെയ്യുന്നതാണ്. ആ മാജിക്കിൻ്റെ പേരാണ് പ്ലെയർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അറ്റാക്കാണ്, ചുഴലിക്കാറ്റ് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. വീകുന്ന സ്ഥലം മൊത്തത്തിൽ നശിച്ച് ഒരു പൊടി പോലും ഇല്ലാണ്ടാവുന്നാണ് പറയുന്നത്. റിമ്രു പറയുന്നതാണ് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റിമ്രു കരയുന്നതാണ്. എന്നിട്ട് റിമ്രു പറയുന്നതാണ് ഞാൻ ഇപ്പം അടുത്തുള്ള റീഇൻകാർണേറ്റഡ് ആയ ഞാൻ പിന്നെയും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആദ്യം ആ ബ്ലാക്ക് ലൈനിങ് വെച്ച് അറ്റാക്ക് ചെയ്താൽ മതിയേനൊന്ന്. റിമ്രു പറയുന്നതാണ് ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ എന്തായാലും മരിച്ചു വന്നു. അപ്പോൾ ഗ്രേറ്റ് സേജ് പറയുന്നത് നീ മരിച്ചു പോവില്ല, നിനക്ക് ഫയർ നൈലിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫയർ ഒന്നും എനിക്കൊന്നും പറ്റൂല എന്ന് ഗ്രേറ്റ് സേജ് റിമ്രുവിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് സേജിനോട് റിമ്രു പറഞ്ഞത് എനിക്കറിയാൻ ഇതെല്ലാം ഉണ്ട് എന്ന്, ഞാൻ വെറുതെ തമാശ കളിച്ചല്ലേന്ന്. ഫയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്ട്രിങ് എബിലിറ്റി ഉപയോഗിച്ചിട്ട് ആ ഡീമനെ മൊത്തം ചുറ്റുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ഫയർ തീർന്നതിന് ശേഷം റിമ്രു പറയുന്നതാണ് ഇതൊന്നും എന്നെ ഒന്നും ആക്കൂലെന്ന് ഈ ഫയർ. അപ്പോൾ ഡീമനാകെ ചിന്തിക്കുന്നതാണ് ഇതൊന്നും സംഭവിക്കുന്നതെന്ന്. റിമ്രുവിനോട് ഗ്രേറ്റ് സേജ് ചോദിക്കുന്നതാണ് നിനക്ക് പ്രെഡിക്റ്റർ എബിലിറ്റി ഉപയോഗിക്കണമെന്ന്. അപ്പോൾ റിമ്രു യെസ് എന്ന് പറയുന്നതാണ്. എന്നിട്ട് ആ ഡീമനെ മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങുന്നതാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഷിസു സൈഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരമാണ് നമ്മുടെ റിമ്രുവിൻ്റെ ഉള്ളിൽ ആ ഡീമനെ കാണിക്കുന്നത്. ഡീമൻ പറഞ്ഞാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. അന്നേരമാണ് അവിടെ രണ്ട് കണ്ണ് കാണുന്നത്. നമ്മുടെ വെണ്ടോറ പറയുന്നതാണ് നീ എന്താ വിചാരിച്ചത് നിനക്ക് റിമ്രുവിനെ തോപ്പിക്കാൻ പറ്റുന്നോ, ഞാനാണ് റിമ്രുവിന് പേര് കൊടുത്തേ എന്ന് പറയുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ് നീ ഇനി രക്ഷപ്പെട്ട് പോന്നെ എനിക്കൊന്ന് കാണുമെന്ന്. പിന്നീട് ഷിസുവിനെയും റിമ്രുവിനെയാണ് കാണിക്കുന്നത്. റിമ്രുവിനോട് ഷിസു പറയുന്നതാണ് നീ എനിക്ക് വേണ്ടി ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ്, നിനക്ക് എൻ്റെ സ്റ്റോറി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോന്ന് നമ്മുടെ റിമ്രുവിനോട് ചോദിക്കുന്നതാണ്. റിമ്രു പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ സമ്മതമാണെന്ന്. എനിക്ക് കേൾക്കുന്നതാണ്. ഷിസു പറയുന്നതാണ് ഞാൻ എങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സമനായെന്നും പിന്നെ ആ ഡീമൺ ലോഡിന് മുമ്പിൽ പെട്ടതും ഡീമൺ ലോഡ് കൺട്രോൾ ചെയ്തും പിന്നെ അവളുടെ സ്വന്തം ഫ്രണ്ടിനെ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്ത് ഇല്ലാണ്ടാക്കിന്നു അതെല്ലാം പറഞ്ഞിട്ട് മൊത്തത്തിൽ സങ്കടപ്പെട്ട ഒരു അവസ്ഥയിലുണ്ട്, സെൻറ്റി അവസ്ഥയിലുണ്ട്. റിമ്രുവിന് ഭയങ്കര സങ്കടം ഇപ്പം ഇതെല്ലാം കേട്ടിട്ട്. എന്താ ആൾക്കാർ തന്നെ ഞാൻ കൊന്നതിന് ശേഷം ഞാൻ വിചാരിച്ച് ഡീമൺ ലോഡിൻ്റെ കൺട്രോളിൽ തന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇമോഷൻസ് എല്ലാം കൺട്രോളിലാക്കിയിട്ട് ഉള്ള എല്ലാം അറിയോ ഡീമൺ ലോഡിന് എതിര് വരുന്ന എല്ലാവരുടെയും ഞാൻ നശിപ്പിച്ച് കളഞ്ഞ് അങ്ങനെ ഞാൻ കുറേ പേരെ കൊന്നിട്ടുണ്ട്. സമയമാണ് അവിടത്തേക്ക് ഹീറോ വരുന്നത്. ഹീറോ ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് പക്ഷേ ഹീറോ തന്നെയാണ് ജയിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ച ഹീറോ എന്നെ കൊന്നാളായിരുന്നു, പക്ഷെ ഹീറോ എന്നെ ക്ഷമിച്ച് വിട്ട്. അപ്പോൾ സ്ലൈമ് വിചാരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്ന ഹീറോ തന്നെയാണോ ഇത്, എന്നെ വലിയ ആക്രമിക്കാനൊന്നും ചെയ്യാണ്ട് എന്നോട് നല്ലൊരു ഫ്രണ്ടിൻ്റെ രീതിയിൽ തന്നെ എന്നോട് ഹീറോ ബിഹേവ് ചെയ്തേ. അതേപോലെ തന്നെ ഹീറോ എനിക്ക് മാജിക് പഠിപ്പിച്ചു തന്നു. പിന്നെ കുറേ എങ്ങനെ ഈ ഡീമൻ്റെ പവർ കൺട്രോൾ ചെയ്യണമെന്നോ അങ്ങനെയെല്ലാം പഠിപ്പിച്ചു തന്ന്. അതിനുശേഷം എനിക്ക് കുറച്ച് ദിവസം ഡീമനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. പിന്നെ ഈ മാസ്കും ആ ഹീറോൻ്റെ ആണ്. ഈ മാസ്ക് കാരണം എനിക്ക് ആ ഡീമനെ കൺട്രോൾ ചെയ്യാനുള്ള മാജിക്കൽ പവേഴ്സും കിട്ടലുണ്ട്. ഇതിലൂടെ എനിക്ക് ആ ഡീമൻ്റെ പവേഴ്സും കുറച്ചും കൂടി എടുക്കാൻ പറ്റലുണ്ട് എന്ന്.
കുറച്ച് എങ്ങനെ ആൾക്കാരെ രക്ഷപ്പെടുത്താനല്ലോ ഒന്ന്. അപ്പോൾ സ്ലൈമിനോട് പറയുന്നതാണ്, ഞാനും ഹീറോ എല്ലാം ചേർന്നിട്ട് കുറേ അധികം ദുഷ്ടന്മാരെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നശിപ്പിച്ചിനു. അപ്പം റിംറു ഇതെല്ലാം കേട്ടിട്ട് പറയുന്നതാണ്, നിന്റെ ഫയർ എബിലിറ്റി ഭയങ്കര വണ്ടർഫുൾ ആണ്, അമേസിങ് ആണെന്ന്. അന്നേരം നമ്മുടെ ഷിസു പറയുന്നതാണ്, പക്ഷേ ഇതൊന്നും കൂടുതൽ കാലം നീട്ടിയെന്നില്ല. ഹീറോ എന്നെ ഒറ്റക്കാക്കിയിട്ട് ഒരു ദിവസം പോയി. എന്നിട്ട് പറഞ്ഞ്, എനിക്കറിയാം നീ ലോകത്തെ രക്ഷപ്പെടുത്തുമെന്ന്. എന്നിട്ട് ഞാൻ കുറേ അധികം ഡീമൺസിനെ ഫൈറ്റ് ചെയ്ത്, ഡീമൺസിനോട് ഫൈറ്റ് ചെയ്തിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തി അതെല്ലാം ചെയ്ത്. പക്ഷേ എനിക്ക് ഈ ഡീമണിൽ നിന്നുള്ള, എൻ്റെ ഉള്ളിലുള്ള ഡീമണിൽ നിന്നുള്ള കൺട്രോള് ഞാൻ ഏജ് കൂടുന്നതിനെ കൺട്രോൾ വിട്ട് വരുന്നതിനു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഏജ് എത്ര കൂടുന്നോ അത്ര എൻ്റെ ഡീമണിൽ നിന്നുള്ള കൺട്രോൾ കുറഞ്ഞു വരുന്നതാണ്. ഞാൻ അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നിർത്തി. ഞാൻ പിന്നെ ടീച്ചറാകാൻ നിന്ന്. അപ്പം റിവ്യൂ ചോദിക്കുന്നതാണ്, ഇവിടെ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടോ, ഇവിടെ സ്കൂളിലുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ സ്കൂളെല്ലാം ഉണ്ട്. എനിക്കൊരു 4 കുട്ടികളുണ്ട്. അവരും ഇതേപോലെ തന്നെ സമനായിട്ട് വന്ന കുട്ടികളാണ്. അവർ നല്ല ബോണ്ടിങ് ഉള്ള നല്ല കുട്ടികളാണ്. അവരിൽ ഒരു കുട്ടിയാണ് പറഞ്ഞത്, ഞാനൊരു നോർമൽ സ്ലൈമാണ് എന്നുള്ള ഡയലോഗ് ഒരു ഗെയിമിലില്ലാന്ന്. അത് നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ഒരു ജാപ്പനീസ് ആണെന്ന്. അന്നേരം അതേ ഡയലോഗ്, ഫണ്ണി ഡയലോഗ് പിന്നെയും പറയുന്നതാണ്. റിംറൂനോട് ചോദിക്കുന്നതാണ്, നിന്റെ പേരെന്നാ? അപ്പം റിംറു പറയുന്നതാണ്, എൻ്റെ പേരാണ് റിംറു ടെമ്പസ്റ്റ്. അപ്പോൾ ഷിസു പറയുന്നതാണ്, എൻ്റെ പേരാണ് ഷിസു ഹുയി. എന്നിട്ട് അവർ പറയുന്നതാണ്, ഞാൻ ജപ്പാനിൽ നിന്നാണ്. അപ്പം മറ്റോളം പറയുന്നത് ഞാൻ ജപ്പാനിൽ നിന്നാണ്. ഷിസു ബാക്കി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഷിസുവിൻ്റെ. ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ചിലവരെല്ലാം എൻ്റെ പേര് നിൽക്കണം എന്നല്ല ആഗ്രഹിച്ചത്. പക്ഷേ അതായത് സാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഹണ്ടർ അങ്ങനെ തീരുമാനിച്ചത്. കാരണം കാലം എത്ര കഴിയുന്നതിന് എൻ്റെ കൺട്രോൾ, ഡീമണിൽ നിന്നുള്ള കൺട്രോൾ കുറഞ്ഞു വരുന്നതിനും. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ആരാണ് എന്നെ സമൺ ചെയ്തത് എന്ന് അറിയണമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഞാൻ നിന്നോട് കാര്യം ചോദിച്ചോട്ടെ സ്ലൈം, നിനക്ക് ദയവ് ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം നടത്തി തരാൻ പറ്റുമെന്ന്. സ്ലൈം പറയുന്നതാണ്, തീർച്ചയായും. എന്നിട്ട് പറയുന്നതാണ്, നിനക്ക് നിൻ്റെ പ്രെഡിറ്റർ എബിലിറ്റി ഉപയോഗിച്ചിട്ട് എന്നെ അങ്ങ് അബ്സോർബ് ചെയ്തുകൂടെയെന്ന്. എനിക്ക് ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ലാന്ന്. സ്ലൈം ഓക്കെ പറയുന്നതാണ്. അന്നേരം നമ്മുടെ ഷിസുവാണ് കരയെന്നാണ്, നീ എനിക്ക് പീസ് അഥവാ സമാധാനത്തിൽ ഇരിക്കാലോ എന്ന്. എന്നിട്ട് സ്ലൈം പറയുന്നതാണ്, ഞാൻ നിൻ്റെ സ്റ്റുഡൻസിനെല്ലാം എന്തായാലും നോക്കൂ, ഇത് റിംറു ടെമ്പസ്റ്റ് എന്നുള്ള എൻ്റെ വാക്കാണ്. ഞാൻ തീർച്ചയായും ശ്രമിക്കും അവരെ ലോകത്തേക്ക് തിരിച്ചു വിടാൻ. എന്നിട്ട് അവരെ മൊത്തമായിട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നതാണ്, ഷിസു റെസ്റ്റ് ഇൻ പീസ്. പിന്നീട് ഷിസുവിനാണ് കാണിക്കുന്നത്. ഷിസു സ്ലൈമിൻ്റെ ഉള്ളിലാണുള്ളത്. സ്ലൈമിൻ്റെ ഉള്ളിൽ നിന്ന് ഓള് കാണുന്നത് മൊത്തത്തിൽ ഓളെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഓളെ അമ്മ അവിടെ ഇരിക്കുന്നതാണ് വീട്ടിൽ. അവൾ ഓടിച്ചെല്ലുന്നതാണ്. ഓടുന്നതിന് ഓളെ വയസ്സ് കുറഞ്ഞു വരുന്നതാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ അവളൊരു കുഞ്ഞു കുട്ടിയായി. ഇതിലൂടെ അവിടെ ആ സീന് തീർന്നു കാണിക്കുന്നത് ആ 3 ഹണ്ടേഴ്സിനാണ്. അവർ 3 പേരും കൂടിയിട്ട് നമ്മുടെ ഗോബ്ലിൻ കിങ്ങിനോട് പറയുന്നതാണ്, നമ്മളെല്ലാവരും കൂടി ഷിസുവിനെയും നമ്മുടെ സ്ലൈമിനെയും കാണാൻ പോകുന്നതാണ്. എന്നിട്ട് സ്ലൈമിൻ്റെ റൂമിലെത്തി നോക്കിയപ്പോൾ അവരെല്ലാവരും വളരെയധികം ഷോക്കായിപ്പോയി. കാരണം ഷിസുവിൻ്റെ ബോഡിയിലാണ് ഇപ്പോൾ സ്ലൈം ഉള്ളത്, മറ്റേ പ്രെഡിറ്റർ എബിലിറ്റി ഉപയോഗിച്ച് അബ്സോർവ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ സ്ലൈമിൻ്റെ മുഖം ശ്രദ്ധിച്ച് നോക്കിയാൽ സ്ലൈം ഭയങ്കര അധികം, ഷിസുവിൻ്റെ മനസ്സ് ഭയങ്കര തകർന്നു പോയി നിന്ന് ആ കണ്ണിൽ നിന്ന് വെള്ളം കണ്ടാൽ മനസ്സിലാവും. സ്ലൈം എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഷിസു പറഞ്ഞേനു, സ്വന്തം ശരീരം ഞാൻ പ്രെഡിറ്റർ എബിലിറ്റി ഉപയോഗിച്ചിട്ട് അബ്സോർവ് ചെയ്യണമെന്ന്. ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചില്ല, അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് പക്ഷേ പെർമനന്റ് രൂപവും നല്ലത്, ഞാൻ പിന്നെ സ്ലൈമായിട്ട് മാറുന്ന സ്ലൈമായി മാറി കാണിച്ചു കൊടുക്കുന്നതാണ്. പറഞ്ഞാൽ നിങ്ങളായിരുന്നു അവളുടെ ലാസ്റ്റ് അഡ്വഞ്ചർ ഗ്രൂപ്പ്, നിങ്ങളോട് പറയേണ്ടിയായിരുന്നു, പക്ഷെ പറയാൻ മുമ്പ് നമ്മൾ ചെയ്തെന്ന്. എന്നിട്ട് അവർ പറയുന്നതാണ്, കുഴപ്പമില്ല, അവൾ ആഗ്രഹം ഇതാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. ഹണ്ടേഴ്സ് എല്ലാം റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, നീ പിന്നെയും ഷിസുവിൻ്റെ രൂപം എടുക്കുമെന്ന്. അപ്പം റിംറു പിന്നെയും ഷിസുവിൻ്റെ രൂപം എടുക്കുന്നതാണ്. എനിക്ക് റിംറുവിൻ്റെ മുമ്പിൽ അവരെല്ലാവരും കുഞ്ഞിട്ട് പറയുന്നതാണ്, ഐ എം സോറി ആൻഡ് താങ്ക് യു, നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തതിന് വളരെയധികം നന്ദി എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുന്നതാണ്. അന്നേരം അവർക്ക് 3 പേർക്കും ഇങ്ങനെ ആർമർ, പിന്നെ മറ്റേ പെൺ ക്യാരക്ടറിന് മാജിക്കൽ പവേഴ്സിലൊരു ഡ്രസ്സ് നല്ല ബ്യൂട്ടിഫുള്ളായ, ഇങ്ങനെ എല്ലാവർക്കും ഓരോ ആർമർ തന്നെ കൊടുത്തായി. ഈ ദിവ്യാൾക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്കും, എന്നാലും ഇഷ്ടപ്പെട്ടു, നല്ല പവർഫുൾ ആർമർ. പിന്നെ അവരോട് എല്ലാവരും താങ്ക് യു പറയാനാണ് ഉണ്ടാക്കി തന്നവരോട്. എന്നിട്ട് ഈ ബ്രദേഴ്സിനെ വളരെയധികം കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ താങ്ക് യു എല്ലാം പറഞ്ഞിട്ട് അവർ പോകാൻ നോക്കുന്നതാണ്. പിന്നെ അവർ പോകുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. ടാറ്റയെല്ലാം പറഞ്ഞിട്ട് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നതാണ്. നമ്മുടെ സ്ലൈമിനാണ് സ്ലൈം നമ്മുടെ ഷിസുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്.
നമ്മുടെ സ്ലൈം പറയുന്നതാണ്, ഞാൻ എന്തായാലും ശിശു നിന്റെ ആഗ്രഹങ്ങൾ നടത്തിക്കാൻ ശ്രമിക്കും. ആ കുട്ടികളെ എന്തായാലും ഞാൻ തിരിച്ച് അവരെ ലോകത്തേക്ക് തന്നെ എത്തിക്കാൻ ശ്രമിക്കും. നിന്റെ ആഗ്രഹം ഞാൻ നടത്തിയിരിക്കും. ഞാനാണ് ഡ്രീം റൂട്ട് ടെമ്പസ്റ്റ്. പറ്റി വരേണ്ട സ്ഥലത്ത് കൂടി ഒരാൾ നടക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ പെട്ടെന്ന് വളരെയധികം ക്ഷീണിച്ചിട്ട് അവിടെ വീഴുന്നതാണ് കാണിക്കുന്നത്. അത് ഒരു പന്നീനു, അഥവാ ഒരു ഡീമണായിട്ട് ആ ഡീമൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നതാണ്, ആ ഒരു മാസ്ക് മാൻ വന്നിട്ട് പറയുന്നതാണ്, നീ വളരെയധികം ശക്തിയില്ലാത്തവനാണ്, നിനക്ക് ആഗ്രഹമുണ്ടോ ഞാൻ നിനക്ക് പേര് തരണമെന്ന്, നിനക്ക് പവർ തരണമെന്ന്. അപ്പോൾ അയാൾ മറ്റേ ബീസ്റ്റ് ഡീമണും പറയുന്നതാണ് ഓക്കേന്ന്. എന്നിട്ട് അപ്പോട്ട് അതിന് പവർ കൊടുക്കുന്നത്, അഥവാ പേര് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ലോകത്തെ പേര് കൊടുത്താൽ മറ്റേ ഇത് കിട്ടുമല്ലോ, ഇവോൾവ് ആവുമല്ലോ. പറയുന്നതാണ്, നീ ഗ്രേറ്റ് ഫോറസ്റ്റിൽ എന്തായാലും പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് മറ്റേ ഡീമണെ ആണെങ്കിൽ ഡീമൺ ഭയങ്കരമായിട്ട് ആ മീറ്റ് നിന്നാണ് കടിച്ചു മുറിച്ചിട്ട്, നീ എൻ്റെ ഒരു നല്ലൊരു പെറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഒട്ടും സുഖമില്ലേനു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തയാ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.